അപ്പോൾ നമ്മൾ ഇന്നലെ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രാലാണ് കിട്ടിയേക്കണം. അപ്പോൾ 2 എണ്ണം ഇതിനകത്ത് ജീവനോടുണ്ട്, ഒരെണ്ണം ചത്തുപോയി. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പൊളിയിട്ടിട്ട് നമുക്ക് പറ്റിക്കാം. മീൻ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വഴുവഴുപ്പുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് മണ്ണ് കൂട്ടി നമുക്ക് മീൻ പിടിക്കാം. അപ്പോൾ മണ്ണൂട്ടി ആകുമ്പോഴത്തേക്കും നല്ല ഗ്രിപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് മീനൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് തല നേരെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മീനും നമുക്ക് കട്ട് ചെയ്യാം. മീൻ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഒന്ന് വാലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ചതമ്പലും പോയി കിട്ടും. അപ്പോൾ ഈ വിരൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് കുറച്ച് മണ്ണൊന്ന് കൂട്ടുക. എന്നിട്ട് വാലിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വടിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് വിരൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മീനൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് നമുക്ക് മുള്ളു വെട്ടാനുണ്ട്. നമ്മൾ ചെതമ്പലൊക്കെ നമ്മൾ കത്തി കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തെയും മുള്ളു നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം കഴുകാനുണ്ട്. അപ്പോൾ നമുക്ക് മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുവേണ്ടി നല്ല വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല വെള്ളം നമുക്ക് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഏകദേശം ഒരു 10-15 മിനിറ്റ് വെക്കാം. അപ്പോഴത്തേക്കും മീനിൻ്റെ ആ ഒരു ഉളുമ്പും അതുപോലെ സ്മെല്ലും എല്ലാം പോയി കിട്ടും. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് മീൻ പുള്ളിയിട്ട് ഒരു അടിപൊളി കറി നമുക്ക് തയ്യാറാക്കാം. മീൻ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പുളിയിട്ട് വറ്റിക്കാനാണ്. അപ്പോൾ ഇതേ സൈസിൽ നമുക്ക് എല്ലാ മീനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി മീനൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ വറ്റിക്കാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്റ്റൗ എടുത്തിട്ടുണ്ട്. സ്റ്റൗ നമുക്ക് കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മൺചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മളിന്ന് മീൻ വറ്റിക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചതും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുള്ളി നല്ലോണം മൊരിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
പൊടി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത കുടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് കുറുകി വറ്റി വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബ്രാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് മീൻകറിയുടെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുടംപുളിയിട്ട് വറ്റിച്ച വരാൽ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു തോട്ടിൽ ചെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിട്ട പാറ്റ കംപ്ലീറ്റ് വരാൽ കൊത്തി കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് പിടിക്കാറുള്ള ആ ഒരു കുളത്തിൽ നിന്ന്, അതായത് നമ്മൾ അങ്കമാലി മീൻ കറി തയ്യാറാക്കിയത് ആ കുളത്തിൽ നിന്ന് വരാൽ പിടിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മളിട്ട് ഉടനെ തന്നെ നമുക്ക് ഒരു 3 വരാൽ കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ തീറ്റ തീർന്നു. അപ്പോൾ ആ ഒരു വരാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പുളിയിട്ട് വറ്റിച്ച മീൻ കറി തയ്യാറാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ്. നാടൻ വരാലാണ്. കുളത്തിലുണ്ടായിരുന്ന മീൻ നമ്മൾ പിടിച്ച് ഫ്രഷായിട്ട് തന്നെ നമ്മൾ കറി വെച്ചേക്കനാണ്. അപ്പോൾ ഈ റെസിപ്പിയും അതുപോലെ ഇതിന് മുന്നേ ചെയ്ത നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി വരാലിട്ട് വെച്ചത്. അപ്പോൾ ആ ഒരു റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.